ഉറപ്പിട്ടേക്കോ? നിങ്ങൾ ഉറപ്പിട്ടില്ല? എന്നാ കണ്ണില് വെച്ചേ. തിരിച്ചെടുത്തിട്ട് എല്ലാരും. അതല്ല പപ്പട എങ്ങനെയാ ഉണ്ടാക്കുന്നത്? അപ്പൊ നമ്മള് ചേച്ചി ഇന്ന് രാവിലെ തന്നെ പുട്ടാട്ടുണ്ടാക്കുന്നത്. പുട്ട് നല്ല പുട്ട് ഉണ്ട്. പിന്നെ ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ നല്ല കറിയാക്കി വെച്ചത് കേട്ടോ. ഗ്രേവി ഒക്കെ മറ്റേ നമ്മളെ വറുത്തരച്ച തേങ്ങ അല്ലേ സഹിച്ചേട്ടാ? സഹിച്ചേട്ടാ എല്ലാം ശരിയല്ലോ. വറുത്തരച്ച തേങ്ങയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ കേട്ടോ. കാണാൻ വലിയ സുഖമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട് എന്നാണ് കാണാൻ ഭംഗിയുണ്ട്. കാണാൻ ഭംഗിയുണ്ട്, പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് പപ്പടം കാണിച്ചാൽ ഏതായാലും എന്തോ പറ്റുള്ളൂ പറഞ്ഞില്ലേ, അതിന്റെ കൂടെ അതുകൂടി ആയിക്കോട്ടെ. പപ്പടം നല്ല കാരമുള്ള കാരുണ്ട്, അതാ ഇങ്ങനെ പൊന്തി വരുന്നേ. നമ്മള് ശരിക്കും ഈ പപ്പടം എന്തോ വന്നാൽ കണ്ടിക്കും വെള്ളത്തിലിട്ട് നോക്കിയാൽ മനസ്സിലാവുന്നു നന്നോ ഇല്ലോ എന്നൊക്കെ. സൈഡിലെ പുട്ടിങ്ങനെ ആവി പറക്കുന്നുണ്ട്. എല്ലാരും കൂടി എല്ലാരും കൊണ്ട് നല്ല ഗ്യാസ് എടുത്ത് കുഞ്ഞും എല്ലാരും എണീക്കാൻ ലേറ്റ് ആയിട്ടോ. കടന്നത് ലേറ്റ് ആയിട്ടാണ്, കടന്നു ഓടിമടിക്കാന്ന്, അതുകൊണ്ട് തന്നെ എണീക്കാൻ ലേറ്റ് ആയി. പിന്നെ സിദ്ധു അവിടെ ഉണ്ട്. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. നമ്മളെ പപ്പടം ഉണ്ട്, വിട്ടുണ്ട്. എളുപ്പത്തിൽ ആരെയും വിരുന്നിന് വരുമ്പോ എളുപ്പത്തിൽ കഴിയുന്നൊരു സംഭവമാണല്ലോ വിട്ട്. ഞാനത് ചോദിച്ചിരുന്നില്ല ഞങ്ങളോട്. വിട്ടാക്ക് എന്താ ചെയ്യാന്നുള്ളത് നമുക്കൊരു ഐഡിയ അല്ലേ. ഒന്നാമത് ദോശ ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ നമ്മൾ അതിനെ കണക്കാക്കി വെള്ളത്തിൽ ഇട്ടിട്ടില്ല, അരി വെള്ളത്തിൽ ഇട്ടിട്ടില്ല. പുട്ട് കുത്തുവെന്ന് തന്നെയല്ലേ പറയാ? പിന്നിൽ നിന്നും കുത്തുക. പിന്നിൽ നിന്നും ഒരുപാട് കുത്തേറ്റ് വാങ്ങിയിട്ടാണ് പുട്ട്. നല്ല കുറവറക്കുന്നുണ്ട് കേട്ടോ. അതല്ല പപ്പട എങ്ങനെയാ ഉണ്ടാക്കുന്നത്? ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു വെപ്രാളാട്ടോ. അപ്പം പിന്നെ സ്പീഡിലാക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട്. അങ്ങനെ ഞാൻ വേഗം ചായയും കൂടി അവിടെ വെച്ച് എല്ലാവർക്കും ചായ വെച്ചിട്ടോ. എല്ലാ ദിവസമൊന്നും എല്ലാവരും ചായ കുടിക്കലില്ല, പക്ഷെ ഇന്നിപ്പോൾ എല്ലാവരും കൂടെ ഉള്ളതിനെ കൊണ്ട് മക്കൾ ആരും തന്നെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. പിന്നെ ഇവിടെ വന്നത് ആരൊക്കെയാന്ന് അറിയാച്ചാല് ഏച്ചീന്റെ മോളും ഏട്ടന്റെ 2 മക്കളും കേട്ടോ. ഒന്ന് അമ്മിനു, ശാലു, ഷീതു അയിനുവിനെ അറിയുന്നവർക്ക് ഷീതുവിനെ അറിയാൻ പറ്റും. പിന്നെ അമ്മിനു എന്ന് പറയുന്നത് ഒരു ഹോമിയോ ഡോക്ടറെ ചേച്ചീന്റെ മോളുണ്ടല്ലോ, അതുല്യ എന്നാണ് പേര്, പക്ഷെ നമ്മൾ അമ്മിനു എന്നാ വിളിക്കുക. പിന്നെ ശാലു ഏട്ടന്റെ മോള്. അപ്പൊ ഇവര് മൂന്നാള് അവിടെ വന്നത്. ഇതില് അമ്മിനൊന്നും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അപ്പൊ നിലത്തിരുന്ന ഫുഡ് കഴിച്ചത്, കാരണം നമ്മൾ ടേബിളിന് അതിനുള്ള സൗകര്യം ഇല്ല കേട്ടോ. അപ്പൊ അതിനുശേഷം ഇവര് ഐസ്ക്രീം കൊണ്ടുണ്ടായിരുന്നു, അത് കഴിച്ച്. പിന്നെ പാത്രം കഴുകലാണ് എന്റെ മെയിൻ പരിപാടി. എല്ലാവരും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പണി പാത്രം കഴുകലല്ലേ. പിന്നെ ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ മോള് കേട്ടോ, ഷീതുണ്ട്, ശാലുണ്ട്. ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം പുറപ്പെടുന്നത് എവിടെയും പോവാനല്ല കേട്ടോ, ഇവർക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാ. ഇവിടെ കുഞ്ഞുനും സിധുവിനും ഭയങ്കര ആഘോഷമാണ് ഈ റീൽ. എന്തെന്ന് വെച്ചാൽ ഇവരെല്ലാവരും വന്ന് ഇവര് കൂടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുക എന്നുള്ളതേ. അപ്പൊ അതിനുശേഷം പിന്നെ ഒരു റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും പോയപ്പോ ഞാനും സജീഷേട്ടനും നമ്മളെ ഫുഡിന്റെ കാര്യം നോക്കി. ഉച്ചക്കത്തെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഫുഡ് കഴിച്ചത് തന്നെ 10:30-11 മണിക്കാണല്ലോ ചായ കുടിച്ചത്. പിന്നെ കേബേജിന്റെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. മാങ്ങയിട്ട് ചെമ്മീൻ കറി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയതിനെ കൊണ്ട് പറയല്ല, സോറി സജീഷേട്ടൻ, ഉണ്ടാക്കിയതിനെ കൊണ്ട് പറയല്ല, നല്ല ദിവസമുണ്ട്. പിന്നെ സജീഷേട്ടൻ തേങ്ങ അരച്ചത് ഞാൻ, മീൻ മുറിച്ചത് സജീഷേട്ടൻ, ഉണ്ടാക്കിയത് ഞാൻ. പിന്നെ ഇനിയിപ്പോ ഇതുണ്ട് കേട്ടോ, ഇനി ഞാള് ഇവിടെ നാട്ടിൽ കൊയലാന്നാ പറയാ. ഇതിന് വേറെ എന്തെങ്കിലും പേരൊക്കെ ഉണ്ടാവുമായിരിക്കും, അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതിന്റെ പേര് ഞാനിപ്പോ ചോദിച്ചപ്പോ കൊയലാന്ന് പറഞ്ഞു, അല്ലാണ്ട് എനിക്ക് പറ്റി അറിഞ്ഞൂടാ. ശരിക്കും മുറിച്ച് വാങ്ങുന്ന മീനിന് 2-3 തരം അല്ലേ മുറിക്കുന്നേ, ഇങ്ങനെ വട്ടത്തിൽ കിട്ടുന്നേ. അപ്പൊ ഇതാ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ ഉറങ്ങാത്തതിന്റെ ക്ഷീണം നല്ലോണം ഉണ്ട് അല്ലേ. 1 മണി കഴിഞ്ഞ്. അപ്പോൾ ഉറങ്ങാത്തതിനെ കൊണ്ടുള്ള ഇതുണ്ട്. മീൻകറി വെച്ചിട്ടുണ്ട്, മീൻ പൊരിച്ചതാക്കി.
പിന്നെ കേബേജിൻ്റെ ഉപ്പേരി ഉണ്ട്, കുറച്ച് ഇന്നലത്തെ മോര് കറി ഉണ്ട്, പിന്നെ ലേശം കുറച്ച് രാവിലത്തെ ചിക്കൻ കറി ഉണ്ട്. എല്ലാം കൂടി അങ്ങ് ഒപ്പിക്കാം. പിന്നെ എല്ലാ അടുക്കളയിലൊന്നും ഞാൻ അങ്ങോട്ട് ഒതുക്കി അങ്ങോട്ട് വെച്ചിട്ടോ, ഒന്നും ഒഴിച്ച് തേച്ചോറൊന്നും ചെയ്തിട്ടില്ല. എല്ലാം ഒരു സൈഡിലേക്ക് വെച്ച്. പിന്നെ ഞാനും പുറപ്പെടുന്ന എന്തിനാന്ന് വെച്ചാൽ ഒരു കുറച്ച് ഫോട്ടോ റീൽസ് എല്ലാം എടുത്തു തരാന്ന് പറഞ്ഞിട്ടോ. എല്ലാരെങ്കിലും ഒക്കെ ഉള്ളവരല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ എടുത്തു തരാൻ പറ്റുള്ളൂ. നല്ല കത്തുന്ന വെയിലത്ത് പോയിട്ടാണ് റീൽസും ഫോട്ടോ ഒക്കെ എടുത്തത്. അതിന് ശേഷം പിന്നെ ചോറ് തിന്നാനിരുന്നത്. അതുവരെ ആർക്കും വിശന്നിട്ടില്ല അതിന്. പക്ഷേ വരുന്ന 3:30 3:45 ഇതെല്ലാം കൂടി കഴിയുമ്പോൾ അതിനുശേഷം പിന്നെ വിശപ്പോടെ വിശപ്പ്, എങ്ങനെയെങ്കിലും ഏടെ ഇരുന്ന് ഫുഡ് കഴിച്ചാൽ മതി എന്നുള്ള അവസ്ഥയായിട്ടോ. പിന്നെ എല്ലാവരും നമ്മളെ വീട്ടിലെ ഡ്രസ്സെല്ലാം ഇട്ട് രണ്ടാമത് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടോ. ഈ നിലത്തിരുന്ന് കഴിക്കാൻ നല്ല സിദ്ധു പുറപ്പെട്ടേക്കോ? ഞങ്ങൾ പുറപ്പെട്ടില്ല. എന്നാ കണ്ണില് വെച്ചേ കൂളിംഗ് ഗ്ലാസ് നമ്മുടെ തിരിച്ചെടുത്തിട്ട് എല്ലാരും. ആഹാ, എന്ത് നല്ല കാഴ്ചകൾ. കണ്ണോപ്പറേഷൻ എപ്പോഴും കഴിഞ്ഞേ. ഒരു മാറ്റം കിടക്കട്ടെ. മാറ്റം വേണത്രേ, മാറ്റം കാണിക്കുന്നേക്കടാ. മാത്രമേ ഇതിലും പറ്റുള്ളൂ. ഞാൻ കണ്ടിക്കില്ല കണ്ണട വെച്ചേട്ടാ. ഞാൻ ബാക്കിൽ നിന്ന് ഒരു തിരിഞ്ഞു കളിയത് തോന്നി. അങ്ങനെ രസമുണ്ട് തേച്ചേട്ടാ. പക്ഷെ തിമിരത്തിന് ശസ്ത്രക്രിയ ചെയ്തതാണോ എന്ന് കണ്ടാത്തത് സത്യം. കുഞ്ഞോന്റെതാ. കുഞ്ഞു ടൂറിന് പോയിട്ട് വാങ്ങിയതാ. ഏച്ചിക്ക് വാങ്ങി കൊടുത്ത സാധന ഇത്. വേറെ ഒന്നുമില്ല എന്നോട് എടുത്തില്ലല്ലോ. വേറെ ബ്ലാക്ക് മുടി ഉണ്ട്. എല്ലാരും ഇട്ട് പുറപ്പെടുന്നു. എല്ലാത്തിനും ചെന്ന് നോക്കട്ടെ. സമയം നോക്ക്. സിദ്ധാർത്ഥ് ഓണ്ടേ അതെ മാറ്റി കെട്ടിയേ. ഓളെ ഈ നോട്ടം വീഡിയോ കണ്ടിട്ടാട്ടോ. ഓള് പോന്നേ കണ്ടാ വിചാരിക്കും എന്നോടുള്ള ബഹുമാനം കൊണ്ട് പോകുകയാണ്. ഒക്കെ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് നാണക്കേടോട് പോകുക കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുന്നേ കണ്ടാല് ആടെയുള്ള എല്ലാവരും ഇപ്പൊ ഒരേപോലെ എഴുന്നേൽക്കുന്നേ കാണാം. അപ്പൊ ഇവർക്കൊക്കെ വീഡിയോയിൽ നിൽക്കാൻ ഒരു കുറവുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ ഇവരെ എവിടെയും കാണിച്ചിട്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ. അങ്ങനെ നമ്മൾ വടകരക്കാരെ ടൂറിസ്റ്റ് കേന്ദ്രമായ സാൻഡ് ബാങ്കിൽ പോയിട്ടോ. ഇവർക്കാണെങ്കിൽ ഇന്ന് പോവുകയും വേണം. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ പറഞ്ഞു നാളെ രാവിലെ പോവാന്ന്. രാവിലെ തന്നെ ഒരു 7 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തി അവർക്ക് ഓരോരുത്തർ ഡ്യൂട്ടിക്ക് കയറാമല്ലോ. അപ്പോൾ വീട്ടിൽ തന്നെയാണ് പിന്നെ ശാലുവിന് പണിയുള്ളത്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിലേക്ക് നമ്മളെ ക്ലിനിക്കിൽ പോകണം. അതുകൊണ്ട് തന്നെ ഓള് പറഞ്ഞു എന്തായിട്ടും പോവാം, രാവിലെ എണീറ്റ് പോവാന്ന് പറയുമ്പോൾ നല്ല മടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ എല്ലാം കൂടെ ഞങ്ങൾ അവരെ കൊയിലാണ്ടി ആക്കി കൊടുക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ കൊയിലാണ്ടി എത്തി. കൊയിലാണ്ടിയിൽ നിന്നാണ് കേട്ടോ രാത്രിത്തെ ഫുഡ് കഴിച്ചത്. പെട്രാസ് കയറി, കൊയിലാണ്ടിക്കാർക്ക് അറിയാം. അപ്പോൾ ഞായറാഴ്ച അതിനെ കൊണ്ട് തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മന്തിയെല്ലാം ചോദിച്ചെങ്കിലും എല്ലാം കഴിഞ്ഞ്. ബിരിയാണി ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ബിരിയാണി റൈസും കിട്ടി, നമുക്ക് പൊറാട്ടയും കിട്ടി, പിന്നെ ചിക്കനും കിട്ടി കേട്ടോ. അതിനൊരു കുറവായിട്ട് മാറി നിൽക്കുന്നൊക്കെ. ശരിക്കും നല്ല സുഖല്ലേ? പേടിയില്ല ഓക്കെ. അവന് വേദം കിടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്നാ പറയാ. നിങ്ങി ഞാളെ കൊണ്ടാക്കാമ്പ അല്ല വടകര വടകര ഞാളെ ഇവിടെ കൊടുത്ത പോഴാവിയോ. ചീതുവിനെ വീട്ടിലും അങ്ങനെ തന്നെ അമ്മിനുവിനെ ഏച്ചീൻ്റെ ആടെയും കൊണ്ടാക്കിട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പം ബ്ലോക്കിൽ കുറച്ച് കുടുങ്ങി. അവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.